മക്കളെ, അപ്പൊ +1 എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും +2 കയറി. അപ്പൊ വലിയ മക്കളായി ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടി +2 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു സീനിയേഴ്സ് എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ എത്തിയിരിക്കുന്ന ഒരു സമയമാണല്ലേ. യെസ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ സില്ലി ആയിട്ടൊക്കെ കാണാനായിട്ട് തോന്നും. എന്നാലും +2 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക്. +1 വരുമ്പോഴത്തേക്കും നമ്മൾ കുറേ പേരൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉഴപ്പിയൊക്കെ പോയിട്ടുണ്ടാവും. +1 എക്സാം തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേർക്കൊക്കെ എക്സാംസ് ഒക്കെ വളരെ ഈസി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുക. കുറേ പേർക്കൊക്കെ എക്സാം വളരെ പാടായിട്ടുണ്ടാവും. കാരണം എന്താ, +1 നമ്മൾ കുറേയൊക്കെ ഉഴപ്പി പോയിട്ടുണ്ട്. പക്ഷെ +2 വന്നു കഴിയുമ്പം കഥ നേരെ തിരിയാം. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ വളരെ കുറച്ച് സമയം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവത്തുള്ളൂ. അതായത് ഈ NCC NSS ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുപോലെ നിങ്ങളുടെ സ്കൂൾ ടൂറ്, കലോത്സവം, ശാസ്ത്രമേള, അങ്ങനെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾ ബിസി ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും നിങ്ങളുടെ +2 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നേരിടാൻ വേണ്ടിയിട്ട് പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ, മിസ് നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ പഠിക്കാനുള്ള സമയം നമുക്ക് ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ +2 കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ +1 റിസൾട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ +1 റിസൾട്ട് വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു റിഗ്രറ്റ് അടിക്കും. കാരണം കൂടെയുള്ളവരൊക്കെ നല്ല മാർക്ക് മേടിച്ചു, എനിക്ക് മാത്രം മാർക്ക് കുറവാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ അറിയും, +1 +2 മാർക്ക് കമ്പൈൻ ചെയ്തിട്ടാണ് +2 ഫൈനൽ റിസൾട്ട് നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും, ഇംപ്രൂവ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോഴാണ് അടുത്ത പണി വരുന്നത്. എന്താ, നമ്മുടെ +2 മെയിൻ എക്സാമിന്റെ കൂടെയാണ് നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവുക. അപ്പൊ ടൈം ടേബിൾ വരുമ്പോഴായിരിക്കും ഏത് സമയത്താണ് എക്സാം നടക്കുക എന്നുള്ളത് നമ്മൾ അറിയാം. ചിലപ്പോൾ +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഇന്നാണെങ്കിൽ നാളെ ആയിരിക്കും +2 പബ്ലിക് എക്സാം നമ്മൾ എഴുതുക. ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 എക്സാമും എഴുതേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഉള്ള സമയം മാക്സിമം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റീസും എൻ്റർടൈൻമെൻറ്റ്സും ആക്ടിവിറ്റീസും എല്ലാം കൂടെ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഉള്ള സമയം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റിനുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോദ ബാച്ച് ഉള്ളത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബാച്ചിൽ ജോയിൻ ചെയ്യുക, നമ്മുടെ കൂടെ നിന്ന് പഠിക്കുക. നമ്മൾ ഫുൾ കാര്യങ്ങൾ സെറ്റാക്കുന്നതായിരിക്കും. എല്ലാ ടീച്ചേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.